ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ BJPയുടെ അടിസ്ഥാന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ 1 മുതൽ 10 വരെ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അതായത് അവിടെ ഇപ്പോൾ NIAയുടെ രേഖയിൽ ഈ 2 കന്യാസ്ത്രീമാർ, ഈ 60 വയസ്സ് കടന്ന ഇപ്പോൾ ജയിലിൻ്റെ നിലത്ത് കിടക്കുന്ന ആ പാവപ്പെട്ട കന്യാസ്ത്രീമാർ NIAയുടെ കണക്കിൽ മതപരിവർത്തനക്കാരും ഈ പറയുന്ന മനുഷ്യക്കടത്തുകാരുമായിട്ട് തന്നെ നിൽക്കേണ്ടത് അവിടുത്തെ ആവശ്യമാണ്. അതാണ് അവരുടെ കോർ ഐഡിയ. പക്ഷേ ആ കോർ ഐഡിയ നിലനിർത്തിയാലും ഇവർക്ക് തട്ടുകേടില്ല. കാരണം ഇവിടെ വന്നാൽ ആൻഡ്രൂസ് താഴത്തടക്കമുള്ള ആളുകൾ ഇതാ മഹാനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ ഇടപെട്ടില്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അത് രാജീവ് ചന്ദ്രശേഖർ ഇന്നും ആവർത്തിക്കുകയാണ്, ഞാൻ കണ്ടു, രാഷ്ട്രീയമില്ല. അദ്ദേഹം വെള്ളയമ്പലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിനടുത്ത് ചായക്കട നടന്ന ഒരു ചായക്കടക്കാരനാണ്, രാഷ്ട്രീയക്കാരനല്ല. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ രാഷ്ട്രീയമേ ഇല്ല. ഇതെന്തിനാണ് എല്ലാവരും രാഷ്ട്രീയം കളിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ഇതിൽ രാഷ്ട്രീയമില്ല. പിന്നെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് ഈ നടക്കുന്നത്? ഇതിനകത്ത് രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം ഇതിനകത്ത് പ്രധാനമാണ്. ഇവരുടെ ദേശീയ കോർ രാഷ്ട്രീയം ഇതിനകത്ത് പ്രധാനമാണ്. ഇവരുടെ ഭരണഘടനയോട് എത്തുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. കേരളത്തിനകത്ത് വോട്ടുണ്ടാക്കുക എന്നുള്ള കാര്യം രാഷ്ട്രീയമാണ്. എല്ലാം രാഷ്ട്രീയമായിരിക്കെ രാജീവ് ചന്ദ്രശേഖർ അങ്ങേയറ്റം നിഷ്കളങ്കമായിട്ടൊന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന്. അപ്പോൾ ഇത് രാഷ്ട്രീയമില്ല, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് ഭാവിയിൽ ഒരു പാവപ്പെട്ട സംവിധായകന്, സുദീപ് തോസനോ അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധായകന് സിനിമ എടുത്ത് ദേശീയ അവാർഡ് വാങ്ങാനുള്ള ഒരു വെറും തീം മാത്രമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിന് കണക്കായിട്ടുള്ള കുഞ്ഞാടുകളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ പള്ളിയിലച്ചന്മാരെന്നും കൂടെ നമ്മൾ കാണണം.